വെണ്ട മുളപ്പിക്കുന്നതും നടിയിലുമൊക്കെയാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്നത് നമ്മുടെ പറമ്പിലെ വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും മുളകും ഒക്കെ പൊട്ടിച്ചതാണ്. വഴുതന ഇതെല്ലാം നമുക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഈ മഴക്കാലമായപ്പോൾ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ട് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. മഴ കാരണം നമുക്ക് മുളപ്പിക്കുന്നത് എപ്പോഴും ട്രേകളിലൊക്കെ മുളപ്പിക്കുന്നതാണ് നല്ലത്. വെണ്ടയായാലും വഴുതനയായാലും ഒക്കെ മുളപ്പിക്കുന്നത് ഇതുപോലെ ട്രേകളിലും കപ്പുകളിലൊക്കെ മുളപ്പിക്കണം. മണ്ണിൽ വെച്ച് മുളപ്പിക്കുമ്പോൾ നന്നായി വാരം എടുത്തിട്ട് വേണം മുളപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ മഴ കുത്തി വീണ് മുളയ്ക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതുപോലെ മുളപ്പിച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തൈകൾ വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഓരോ ട്രിപ്പ് നമുക്ക് മാറി വെച്ച് കൊടുക്കാം. വേനൽക്കാലത്താണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് മണ്ണിലേക്ക് വിത്ത് ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ എപ്പോഴും ഇതുപോലെ നമുക്ക് മുളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് വെണ്ടക്കായ കിട്ടും ചെയ്യും. നമ്മുടെ സാമ്പാറിനോ അതുപോലെ തോരൻ വയ്ക്കാനൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ടക്കായ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ ഇതുപോലെ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന വെണ്ടത്തൈയാണിത്. അതുപോലെ തന്നെ ഈ ചെറിയ വെണ്ടത്തൈകൾക്കൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ള നല്ലൊരു വളമാണിത് ഗോമൂത്രം. ഈ ഗോമൂത്രം നമുക്ക് ഒരു ലിറ്റർ എടുത്തിട്ട് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെറിയ തൈകൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തൈകളൊക്കെ വേഗം വളരുകയും ചെയ്യും. നല്ലതുമാണ്. നല്ല ഗ്രോത്തോടുകൂടി ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് വളരുകയും ചെയ്യും. അതുപോലെ നമുക്കിത് കൃത്യമായിട്ട് നമ്മൾ രണ്ടില വെച്ച് പാകമാകുമ്പോൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ വളങ്ങൾ ചെയ്തു തുടങ്ങണം. അതുപോലെ പെട്ടെന്ന് ഇതുമ്മ പുഴുവൊക്കെ വരും. ഈ ചെറിയ തൈകളും വഴിയും പുഴുക്കേട് വരും എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേപ്പെണ്ണ മിശ്രിതമോ അല്ലെങ്കിൽ വെളുത്തുള്ളി മിശ്രിതമോ ഒക്കെ തളിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഇതുപോലെ വല്ല ബക്കറ്റോ അല്ലെങ്കിൽ നമുക്ക് ഗ്രോ ബാഗോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് തൈ. ഇപ്പോൾ ഇതിവിടെ ഞാനൊരു ബക്കറ്റ് പോലത്തേലാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് അടിവളമായിട്ട് ചാണപ്പൊടി, കോഴിക്കാഷ്ടം, വേപ്പും പിണ്ണാക്കും ഒക്കെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ മുട്ടത്തോടോ ചകിരിച്ചോറോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഇതിപ്പോൾ ഇവിടെ ഇത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വളങ്ങളൊക്കെ ഇട്ടിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 45 ദിവസം കഴിയുമ്പോഴേക്കൊക്കെ പൂവിട്ട് നമുക്ക് കായ ഉണ്ടായി തുടങ്ങും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗോമൂത്രം ഒഴിച്ചു കൊടുക്കുക. ചാരം കലക്കി ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ചാരം എപ്പോഴും കലക്കി ഈ തൈകൾക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും ചെയ്യും, ഹെൽത്തി ആയിട്ട് വളരും ചെയ്യും. അപ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ താഴത്ത് നടുകയാണെങ്കിൽ അതുപോലത്തെ മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് വേണം ഒന്ന് നടാനായിട്ട്. മണ്ണിലെപ്പോഴും കുമ്മായം ചേർത്തിട്ട് വേണം, കുറച്ച് കുമ്മായം ചേർത്തിട്ടിട്ട് വേണം പിന്നെ വളങ്ങളൊക്കെ ഇട്ട് തൈകളൊക്കെ വെക്കാനായിട്ട്. പുഴുക്കേടുണ്ടെങ്കിൽ എപ്പോഴും മരുന്ന് തളിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഗ്രോ ബാഗിലായാലും ബക്കറ്റിലായാലും കുമ്മായം കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് വേണം നമ്മൾ വളങ്ങളൊക്കെ ചേർക്കാനായിട്ട്. ഈ കുമ്മായം ചേർക്കാതെ ആണെങ്കിൽ മുരടിച്ച് പോയുള്ളൂ. ഇങ്ങനെ മുരടിച്ച പോലെ ചെടികളൊക്കെ മുരടിച്ച പോലെ നിൽക്കും. കുമ്മായം ചേർത്ത് വളങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹെൽത്തിയായി വളരും. പിന്നെ നമുക്ക് പൂവിടാനായിട്ട് ഏറ്റവും നല്ലൊരു ഇതാണ് നമ്മുടെ കടല വെള്ളത്തിലിട്ട് വയ്ക്കുക. ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കണം. ഇങ്ങനെ അടിച്ചെടുത്താൽ ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ചേർക്കാം. കുറച്ച് ശർക്കര ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ദിവസം കൂടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് വഴുതനയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ. വഴുതന മുളകിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് ചെടികളുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം, ഒഴിച്ചും കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂവിടാൻ നല്ലതാണ്. അതുപോലെ തന്നെ എപ്പോഴും 2 ഇല പ്രായം വന്ന് തുടങ്ങുമ്പോൾ തന്നെ വളമൊഴിച്ച് കൊടുത്ത് തുടങ്ങണം കേട്ടോ. കടലപ്പിണ്ണാക്ക് നല്ലതാണ്. പിന്നെ പുളിപ്പിച്ച് കടലപ്പിണ്ണാക്ക് ഒഴിച്ച് കൊടുത്താൽ നല്ലതാണ്. പിന്നെ നമ്മൾ ഇതുപോലെ കുഴിച്ച് അതിൽ ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം തൈകളൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് NPK 19 കുറച്ച് കലക്കി ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ഒന്ന് ചെയ്തോളൂ. പിന്നെ നമുക്കിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് ഇതുപോലെ പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് നമുക്കെടുത്ത് ഉപയോഗിക്കാം.